ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വായനഭാഗം പുറപ്പാട് പുസ്തകം 3 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി പുറപ്പാട് പുസ്തകം 3 അധ്യായം 14 വാക്യം. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ടത്. ഇസ്രായേൽ സമൂഹം മിസ്രയീമിൽ അടിമത്തം അനുഭവിച്ചത് ചരിത്രത്തിൽ അവരുടെ സ്വത്ത് ബോധത്തെയും ദൈവബോധത്തെയും വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ വായനഭാഗത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടത കണ്ട, അവരുടെ നിലവിളി കേട്ട, അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം അവരെ വിടുവിക്കുകയും ചെയ്യുമെന്ന ഉറപ്പ് ഇസ്രായേല്യർക്ക് നൽകുവാനായി ദൈവം മോശയെ തിരഞ്ഞെടുക്കുന്നു. മാത്രമല്ല, പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്ത ഉടമ്പടി പൂർത്തീകരിച്ച് അവരെ രക്ഷിക്കും എന്ന ഉറപ്പും നൽകുന്നു. ഈ സംഭവത്തിലൂടെ ദൈവം ആരെന്ന് മനസ്സിലാക്കുവാൻ ഇസ്രായേൽ ജനതയ്ക്ക് സാധിക്കുന്നു. ആരാണ് ദൈവം? ഒന്ന്, ദൈവം മാറ്റമില്ലാത്തവനാണ്. ഇന്ന് നമ്മൾ വായിച്ച 3 അധ്യായത്തിൽ ആദ്യം ദൈവം മോശയെ ശക്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 3 അധ്യായത്തിന്റെ 13 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് ദൈവം മോശയോട് പറയുന്നു. അടുത്തതായി ഇവിടെ ചെയ്യുന്നത്, ഇസ്രായേൽ ജനങ്ങൾക്ക് ദൈവം ആരെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് മോശയെ ദൈവം പ്രാപ്തനാക്കുന്നു. അതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ച ഭാഗത്ത് കാണുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവമാണ് നമുക്കിവിടെ ഇതിലൂടെ വെളിവാകുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവവും വാഗ്ദത്തങ്ങളും സ്നേഹവും നീതിയും ഒന്നും ഒരു നാളും മാറുകയില്ല എന്ന് ഇതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നു. കാലം മാറിയാലും മനുഷ്യർ മാറിയാലും ദൈവം ഇന്നും എന്നേക്കും ഒരുപോലെ നിലനിൽക്കും. മലാഖി പ്രവചനം 3 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവയായ ഞാൻ മാറാത്തവൻ എന്ന്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ പറയുന്നു: യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യൻ തന്നെ എന്ന്. മനുഷ്യരായ നാം മാറിക്കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ ലോകം മുഴുവൻ മാറുമ്പോഴും ദൈവം മാറാത്തവനായി കൂടെയുള്ളതിനാൽ അവനിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം മാറ്റമില്ലാത്തവനായി കൂടെയിരുന്ന ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരല്ലേ? രണ്ടാമതായിട്ട്, ദൈവം വിമോചകനാണ്. മനുഷ്യനെ ബന്ധനങ്ങളിൽ നിന്നും, ഭയത്തിൽ നിന്നും, പാപത്തിൽ നിന്നും, നാശത്തിൽ നിന്നും വിമോചിപ്പിക്കുന്നവൻ ദൈവമാണ്. അടിമത്തത്തിലായിരിക്കുന്നവനെ വില കൊടുത്ത് സ്വന്തമാക്കുന്നവനാണ് വിമോചകൻ. ഇവിടെ സത്യദൈവത്തെ ആരാധിക്കുക എന്നതൊഴിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഫറവോൻ സ്വാതന്ത്ര്യം നൽകി. എന്നാൽ യഹോവയെ ആരാധിക്കുവാൻ ഇസ്രായേൽ മക്കളെ വിട്ടയക്കണം എന്നതായിരുന്നു ഇവിടുത്തെ മോശയുടെ അപേക്ഷ. ഈ സംഭവത്തിൽ അവസാനം വിജയിക്കുന്നത് വിമോചകനായ ദൈവം തന്നെയാണ്. തൻ്റെ ജനത്തിന് പാപക്ഷമ നൽകി ദൈവം അവരെ വിമോചിപ്പിക്കുന്നു. അടിമത്തവും അതിലൂടെയുള്ള ഭയത്തിൽ നിന്നും ദൈവം അവരെ വിമോചിപ്പിക്കുന്നു. ശാശ്വതമായ നാശത്തിൽ നിന്ന് ദൈവം അവരെ വിമോചിപ്പിക്കുന്നു. നിരാശയിൽ നിന്ന് ദൈവം അവരെ വിമോചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ ദൈവം വെറും രക്ഷകൻ മാത്രമല്ല, വില കൊടുത്ത് നമ്മെ സ്വന്തമാക്കിയ വിമോചകനുമാണ്. ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. മാറ്റമില്ലാത്തവനായ വിമോചകനായ ദൈവത്തിൽ നമുക്കും ആശ്രയിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, മാറ്റമില്ലാത്ത ഒരു ദൈവം ഉണ്ടെന്ന് ഒരു പ്രാവശ്യം കൂടെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഇടയാക്കിയതിനായി നന്ദി പറയുന്നു. ഈ ലോകം മുഴുവൻ മാറിയാലും അവിടുന്ന് മാറ്റമില്ലാത്തവനായി വിമോചകനായി ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് ഉറപ്പോടെ, ബലത്തോടെ, ധൈര്യത്തോടെ ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ആമേൻ.